നമുക്കിനി കണ്ണൂരേക്ക് പോകാം. അവിടെ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പയ്യന്നൂരിലാണ്. സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ച വി കുഞ്ഞികൃഷ്ണൻ, CPM വിമതനായ, പാർട്ടി വിട്ട് നിർണായക നീക്കങ്ങൾ നടത്തിയ വി കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തീരുമാനം. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കെതിരെ കുഞ്ഞികൃഷ്ണൻ നടത്തിയ പരസ്യ വെല്ലുവിളികൾ CPMൽ വലിയ തരത്തിലുള്ള ഭിന്നിപ്പിനും തർക്കങ്ങൾക്കും ഇടവെച്ചതാണ്. അപ്പോൾ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ വരുമ്പോൾ അവിടെ UDF സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന മറ്റൊരു ചോദ്യം കൂടി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ പയ്യന്നൂർ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ്, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഇടമാണ്. അവിടെ ഈ കുഞ്ഞികൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുമോ എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. TI മധുസൂദനൻ തന്നെയാണ് അവിടെ CPM സ്ഥാനാർത്ഥി. അത് പ്രഖ്യാപനം നടന്നിരുന്നു. TI മധുസൂദനൻ വന്നതോടുകൂടിയാണ് കുഞ്ഞികൃഷ്ണൻ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിന് തയ്യാറെടുക്കുന്നത്. സുമേഷ് മൊറാഴ ചേരുന്നു. സുമേഷ്, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന്റെ നീക്കം CPMന്റെ സാധ്യതകളെ എന്തെങ്കിലും ബാധിക്കുമോ എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, എന്താണ് ഈ കുഞ്ഞികൃഷ്ണന്റെ നീക്കം? UDF പിന്തുണ നൽകുമോ? സജിത്ത്, അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഈ വി കുഞ്ഞികൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരിക്കുന്നത്. അതായത് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പയ്യന്നൂർ മത്സരിക്കും എന്ന് അയാൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇന്നലെയാണ് CPMന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയത്. ഇതിനു മുമ്പ് തന്നെ ഇത്തരം ഒരു നീക്കത്തിന് വി കുഞ്ഞികൃഷ്ണൻ മുതിർന്നിരുന്നു. ഏതായാലും ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് വി കുഞ്ഞികൃഷ്ണൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TI മധുസൂദനെതിരെ മത്സരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് തന്റെ പോരാട്ടം അഴിമതിക്കെതിരെയാണ്. ഇപ്പോൾ ഈ CPMൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടും അതുപോലെ തന്നെ അഴിമതിയുമാണ്. ഈ അഴിമതിയെ തുറന്നു കാട്ടണം. തന്റെ മത്സരം ജയിക്കാനല്ല, എന്നാൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയും എന്നാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ആരെങ്കിലും പിന്തുണയ്ക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ ആരും പിന്തുണയുമായി തന്നെ അറിയിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഏതായാലും അല്പം മുമ്പാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് വി കുഞ്ഞികൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കുഞ്ഞികൃഷ്ണൻ നിർണായകമായ നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ UDFന്റെ പിന്തുണയുണ്ടാകുമോ എന്ന കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം UDF കുഞ്ഞികൃഷ്ണനെ ഒപ്പം ചേർത്താൻ, അല്ലെങ്കിൽ CPMലെ അവിടുത്തെ ഈ ആശയക്കുഴപ്പം പരമാവധി മുതലാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതാണ്. അപ്പോൾ G സുധാകരൻ, ഒപ്പം കുഞ്ഞികൃഷ്ണൻ, അങ്ങനെ CPMന്റെ മുഖങ്ങളായ PK ശശി, അങ്ങനെ പലരുമുണ്ട്. ഇവരെയൊക്കെ അടർത്തിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരെയൊക്കെ CPMൽ നിന്ന് ഇവരൊക്കെ വിട്ടുവരുമ്പോൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നത് കോൺഗ്രസിൻ്റെ തന്ത്രമാണ്, കോൺഗ്രസിൻ്റെ സാധ്യതയാണ്. അതവർ ഉപയോഗപ്പെടുത്തും. അപ്പോൾ പയ്യന്നൂരിലെ പാർട്ടി കോട്ടയിൽ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറ്റുക എന്നതിനപ്പുറം അവിടെ വോട്ട് ചോർത്തുക എന്നൊരു തന്ത്രം ഒരുപക്ഷെ നടത്തിയേക്കാം. എന്തായാലും കുഞ്ഞികൃഷ്ണന് നൽകാൻ പോകുന്ന പിന്തുണ CPM അണികളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് വളരെ കരുതലിൽ തന്നെയാണ് ആ സാഹചര്യം. ഒരുപക്ഷെ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ ഈ കുഞ്ഞികൃഷ്ണൻ്റെ നീക്കം കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ടാവാം. അങ്ങനെയെങ്കിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുമ്പോൾ UDFന്റെ പിന്തുണ അത് നമുക്ക് പ്രതീക്ഷിക്കണം, ആ നീക്കം കൂടി പ്രതീക്ഷിക്കണം എന്ന് നമുക്ക് കരുതാം. അതാണിപ്പോൾ സംഭവിക്കുന്നത്. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. TI മധുസൂദനെതിരെ, MLA TI മധുസൂദനെതിരെയാണ് വലിയ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ പാർട്ടി നേതൃത്വം ആ ആരോപണങ്ങൾ മുഴുവൻ തള്ളി എന്നതാണ് സാഹചര്യം. ഒടുവിൽ പുസ്തകം പ്രസിദ്ധീകരിച്ച് തൻ്റെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു കുഞ്ഞികൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം. CPM ഈ വാദം തള്ളിയെങ്കിലും പയ്യന്നൂർ പോലെ ഒരു സ്ഥലത്തെ ഈ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുടെ അതിർത്തി മേഖലയായ പയ്യന്നൂരിൽ അവിടെ നിന്നുണ്ടാകുന്ന വിമത ശബ്ദം CPMന്റെ സാധ്യതകളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് കുഞ്ഞികൃഷ്ണൻ്റെ പ്രതികരണം. ഞാൻ പറയാത്ത കാര്യം ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കേരളത്തിലെ ഒരു മാധ്യമത്തോടും അതല്ലെങ്കിൽ ഒരാളോടും ഞാൻ മത്സരിക്കുന്ന വിവരം ഇന്നലെ വരെ അറിയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോട് അടുത്താണ് മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ
ഈ നിലയിൽ വാർത്ത കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നലെ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്നതാണ്. ഞാൻ പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിവെച്ച പോരാട്ടം, ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ്. അതാണ് പി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. എന്തായാലും പയ്യന്നൂർ ഒരു പ്രധാനപ്പെട്ട മുഖമാണ്. അമ്പലപ്പുഴയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന് പിന്നാലെ പയ്യന്നൂരിൽ എന്താണ് സംഭവിക്കുക എന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിൽ ഒന്നായി കൂടി മാറുകയാണ്. ഒരു ചെറിയ ഇടവേളയാണ് നമുക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.